നിങ്ങൾക്കോ ഫാമിലിയിലോ മൈഗ്രെയിനിന്റെ ഹിസ്റ്ററി ഉണ്ടെന്ന് വെച്ച് കുട്ടികൾക്ക് വരുന്ന എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആവണമെന്നില്ല. ചില കുട്ടികൾ തല അനങ്ങുമ്പോൾ എന്തോ ഇളകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഭാരം തോന്നുന്നു, തണുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ വിയർത്ത് കഴിഞ്ഞ് ഫാനോ എ സിയോ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ തലവേദന വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇത് സൈനസൈറ്റിസിന്റെ സിംറ്റംസ് ആണ്. അടഞ്ഞു കിടക്കുന്ന മുറിയിലെ അല്ലെങ്കിൽ ബുക്സിനിടയിലുള്ള ഡസ്റ്റ്, പെർഫ്യൂം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയ എന്തെങ്കിലും സ്മെൽ, സ്പെസിഫിക് ആയ ഫുഡ് എന്നിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തലവേദന വരുന്നുണ്ടെങ്കിൽ അവർക്ക് അലർജിയുടെ ഹിസ്റ്ററി ഉണ്ടാവാം. നേസൽ പോളിപ്പ്, അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നിങ്ങനെ ബ്രീത്തിങ്ങിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന കണ്ടീഷൻസിൽ ബ്രെയിനിന് പ്രോപ്പർ ഓക്സിജൻ ലഭിക്കാത്തതും തലവേദനയിലേക്ക് നയിക്കാറുണ്ട്. പഠിക്കുമ്പോഴും ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ കഴുത്തിനും സ്കാൽപ് മസിൽസിനും ഉണ്ടാക്കുന്ന സ്ട്രെയിനും തലവേദന വരാൻ കാരണമാവാറുണ്ട്. മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ് പോലെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ തലവേദന ഉണ്ടാവാം, അല്ലെങ്കിൽ കണ്ണിലെ വേദന തലയിലേക്ക് റേഡിയേറ്റ് ചെയ്യാം. കുട്ടികളിൽ തലവേദന ശരിയായിട്ട് മാനേജ് ചെയ്യാതെ വരുമ്പോൾ പഠിത്തത്തെ മാത്രമല്ല കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. സോ ഇടവിട്ടോ കണ്ടിന്യൂസ് ആയോ കുട്ടികളിൽ തലവേദന പറയുന്നുണ്ടെങ്കിൽ തലവേദന എന്തുകൊണ്ട് വരുന്നതെന്ന് കണ്ടെത്തി കറക്റ്റായ മെഡിക്കൽ സപ്പോർട്ട് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുമല്ലോ.